ഒക്കെ ഭയങ്കര കൊക്കയും ഭയങ്കര മലയും പിന്നെ വണ്ടി ഓടാത്ത സ്ഥലത്തൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന അങ്ങനത്തുള്ള കാലാവസ്ഥയൊന്നും പണ്ടില്ലല്ലോ. അന്ന് മക്കളുടെ കയ്യിൽ പൈസ വേണ്ടല്ലോ. ഒരു ഒടിഞ്ഞ ഒരു കല്ലുപെൻസിൽ ഒരു പൊട്ടിയ സ്ലേറ്റും ഉണ്ടെങ്കിൽ പഠിക്കാൻ അറിയാവുന്ന പിള്ളേരാണെങ്കിൽ ആ കുട്ടികൾ പഠിക്കും. അല്ലാത്തവന്മാർ ഉഴപ്പന്മാർ അല്ല കൂടി വന്നു കഴിഞ്ഞാൽ 100 പിള്ളേർ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു 1000 സ്കൂളിൽ 1000 പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ അതിൽ 800 പേരെങ്കിലും അവർ ജയിക്കും. ബാക്കി 200 പേര് തോറ്റും. പിന്നെ 2 കൊല്ലം തോറ്റ് സാറന്മാർക്കൊരു വിഷമം തോന്നുമ്പം അത് ജയിപ്പിച്ചു. അന്നേരം ജയിക്കാനുള്ള മാർക്കൊന്നും ഇല്ലെങ്കിലും കയറി പോട്ടെ എങ്ങനെയെങ്കിലും എന്നൊക്കെ ഇട്ടൊരു മനസ്താപമൊക്കെ ഉണ്ടായിരുന്ന കാലം. ഇപ്പം പഠിക്കണം, ഇപ്പം പഠിച്ച് മാർക്ക് മേടിച്ചില്ലെങ്കിൽ ജയിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പം മാറ്റങ്ങൾ വന്നു. പണ്ട് എൻ്റെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാർ ആലപ്പുഴ, കോഴിക്കോട്,